ഹായ് ഹലോ ഞാൻ അനു. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കുറച്ച് കാരണങ്ങൾ ഞാൻ പിന്നീട് ഓരോ വീഡിയോസിലായിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പക്ഷേ ഓരോന്നോരോന്നായിട്ട് ചെറിയ ചെറിയ വീഡിയോസായിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് പറയുന്നത്, ഇപ്പം നമ്മൾ സാധാരണ ആസ് എ പാരൻറ്റ് ഇല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മൾ കേൾക്കുന്ന കുറേ ഇഷ്യൂസ് എന്ന് പറയുന്നത്, കുട്ടികൾ ഫോണിനോട് ഒരുപാട് അഡിക്ഷൻ കാണിക്കുക, അതുപോലെ തന്നെ കുട്ടികൾ ടാൻഡ്രംസ് ഒരുപാട് കാണിക്കുക, കുട്ടികൾക്ക് സോഫ്റ്റ് സ്കിൽസിൻ്റെ കുറവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കോമണായി കേൾക്കുന്ന കുറച്ച് കൺസേൺസ് ആണ്. പക്ഷേ എന്നാൽ ഇതൊന്നും അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ആദ്യം പറയാനാണ് എനിക്കിഷ്ടം. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അത് എനിക്ക് തോന്നുന്നു ആസ് എ ടീച്ചർ, ഞാൻ ടീച്ചേഴ്സിനെ കംപ്ലയിൻറ്റ് ചെയ്യുകയല്ല കേട്ടോ. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ടീച്ചേഴ്സ് അത് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്താൽ, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ അത് അത് നമ്മുടെ അവരുടെ ഒരു ബിഹേവിയറിൽ തന്നെ ഒരു മാറ്റം വരുത്താവുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പം ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കുഞ്ഞ്, അതായത് എനിക്കൊരു തോന്നുന്നു ഒരു ലാസ്റ്റ് ഒരു 2 ഇയേഴ്സിന് മുന്നേ ഉണ്ടായൊരു സംഭവമാണ്. അതിനുശേഷം പക്ഷേ റാൻഡംലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ കേൾക്കാറുണ്ട്. അതായത് ഒരു പെൺകുട്ടി ട്ടോ, ഒരു കുഞ്ഞ്, ഞാൻ വർക്ക് ചെയ്യുന്നൊരു സ്കൂളിൽ ആ കുഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാവുമ്പോൾ ഈ ബോയ്സിൻ്റെ ബാത്റൂമിലേക്ക് ആ കുഞ്ഞ് പോയി. അപ്പോൾ ടീച്ചറെ വിളിച്ചു ഭയങ്കരമായ ചീത്ത. അപ്പോൾ എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞ് വളരെ നിഷ്കളങ്കമായി പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഗേൾസ് എല്ലാവരും ഇരുന്നിട്ടാണ് ബാത്റൂം പോകുന്നത്, അവർ നിന്നിട്ട് പോകണമെന്ന് ഞാനിങ്ങനെ പുറത്തുകൂടെ പോകുമ്പോൾ കണ്ടു, അതിന് വേണ്ടി ഞാൻ ഉള്ളിൽ പോയി എന്ന് പറഞ്ഞു. അത് നോക്കാൻ വേണ്ടി ഉള്ളിൽ പോയി. ടീച്ചറൊക്കെ അങ്ങ് വല്ലാത്ത ദേഷ്യം വന്നു. ഈ പ്രായത്തിൽ തന്നെ നിനക്ക് ഇതൊക്കെ തോന്നുന്നുണ്ടോ, കാണാൻ തോന്നുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ ഓർത്തു, എനിക്കത് അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം അത് അറിഞ്ഞില്ല. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിയുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ ഈ ടോക്ക് ഇങ്ങനെ വരുന്നു. അപ്പോഴൊന്നും ഞാനിത് അറിഞ്ഞിട്ടില്ല. ബിക്കോസ് ഞാൻ ആക്ച്വലി സ്കൂളിൽ പോയാലും ഈ കുട്ടികളുമായിട്ടാണ് കൂടുതൽ സമയം. അതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റ് അറിയുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അതിലെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എനിക്ക് ഇപ്പോഴും അതിലൊരു പ്രശ്നം തോന്നുന്നില്ല. മേ ബി അത് എൻ്റെ ഒരു പെർസ്പെക്ഷൻ ആട്ടോ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ടീച്ചർ അതിനെ കുറച്ചും കൂടി നന്നായി ഹാൻഡിൽ ചെയ്യായിരുന്നു എന്നാണ് എനിക്ക് തോന്നാറ്. സത്യത്തിൽ നമ്മുടെ മക്കൾ വളരെ ഇന്നസെൻ്റ് ആണ് അല്ലേ. ഒരു 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ 2-ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ ഒരു 5-ാം ക്ലാസ് വരെ എടുത്താലും അവർ വളരെ ഇന്നസെൻ്റ് ആണ്. അപ്പോൾ എന്നോട് കുറേ പേര് തർക്കിക്കുന്നുണ്ട്, ടീച്ചർക്ക് തോന്നുക ഫോണും ടി വിയൊക്കെ ഉള്ള കാലത്ത് എങ്ങനെയാണ് അവർ ഇന്നസെൻ്റ് ആവുന്നത്. ഫോണും ടി വിയൊക്കെ ഉള്ള കാലത്ത് അവർ ജനിച്ചത്, അത് അവരുടെ തെറ്റല്ലല്ലോ. അവർ തെറ്റല്ലല്ലോ, അതങ്ങനെ ആയിപ്പോയതല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കുഞ്ഞിനോട് ഞാൻ എന്നിട്ട് സംസാരിച്ചു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ഇല്ല മാം, ഞാനതിനെക്കുറിച്ച് സംസാരിക്കില്ല, എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്നോട് കുറച്ച് കമ്പനി ആയതിന് ശേഷമാണ് കുഞ്ഞ് ഓരോന്നിനും റിവീൽ ചെയ്യുന്നത്. ഇല്ല മാം, ഞാനത് നോക്കാൻ പോയതാ, അവർ മാത്രം നിൽക്കുന്നു, ഞങ്ങളൊക്കെ ഇരിക്കണം ബാത്റൂമിൽ പോയാൽ, അത് നോക്കാൻ പോയതാ. അപ്പോൾ എനിക്ക് തോന്നിയത് കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു തുള്ളി പോലും കള്ളമില്ലായിരുന്നു. ഒരു തുള്ളി പോലും, ഒരു 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 ഡ്രോപ്പ് പോലും വേറെ ഒരു ചിന്തയും ആ കുഞ്ഞിൻ്റെ മനസ്സിലില്ല. പക്ഷേ ടീച്ചർ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് മാത്രം ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു തോട്ട് വന്നു, ഇതിനെക്കുറിച്ച് വേറെ ആരോടും പറയരുത്, ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തു എന്ന്. സോ ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആരെയും കംപ്ലയിൻറ്റ് ചെയ്യല, അങ്ങനെ തോന്നരുത്. നമ്മൾ പാരൻ്റ് ആണെങ്കിലും ടീച്ചറാണെങ്കിലും നമ്മുടെ മക്കളെ കുറച്ചും കൂടി, എനിക്ക് തോന്നുന്നു, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നോ അതാണ് അവരെ മൗൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യങ്ങളിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യാതെ, അത് വളരെ നീ എന്തിനാ അങ്ങോട്ട് പോയി, അപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ മോനെ, ഓരോ മക്കളും ബോയ്സും ഗേൾസും വേറെ രീതിയിലാണ് ബാത്റൂം പോവുക, ഇത് വളരെ കോമൺ ആണ് എന്ന് ഒരു ഒരു കാഷ്വൽ ടോക്ക് പോലെ സംസാരിച്ച് അവളെ അതൊന്ന് ഡീവിയേറ്റ് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ, എന്തെങ്കിലും സംസാരിച്ച് അതൊന്ന് ഡീവിയേറ്റ് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ, അത് അവളോട് കാര്യം എന്താണെന്ന് പറയാം. നമ്മൾക്ക് ഇരുന്നിട്ടാണ് പോവുക, അത് നമുക്ക് അതാണ് അതിൻ്റെ ഒരു നേച്ചർ. പക്ഷേ ബോയ്സ് നിന്നിട്ടാണ് പോവുക എന്ന് പറഞ്ഞ് അതൊന്നും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പിന്നെ സംസാരിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. അതായത് അവർ കുഞ്ഞു മക്കളായതുകൊണ്ട്, വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അവരോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ ഇത് വളരെ കുഞ്ഞു മക്കളല്ലേ, അവർക്ക് ഇതിൻ്റെ ഒന്നും ഒരു ഐഡിയ ഇല്ല. നമ്മുടെ മനസ്സിൽ കള്ളമുള്ളത് കൊണ്ടാണ്, ഞാൻ അടങ്ങുന്ന ടീച്ചർ ഗ്രൂപ്പിനെയാണ് കേട്ടോ പറയുന്നത്, ഞാൻ അടങ്ങുന്ന പാരൻസ്, അതായത് നമ്മുടെ മനസ്സിൽ കള്ളമുള്ളത് കൊണ്ടാണ് നമുക്കതിലൊരു കള്ളത്തരം ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി അവർക്ക് അതിലൊരു ഇതുമില്ല. അപ്പം ഇത്തരം സിറ്റുവേഷൻസ് കുറച്ചും കൂടി നന്നായി ഹാൻഡിൽ ചെയ്യാൻ ടീച്ചേഴ്സിന് സാധിക്കണം. ബിക്കോസ് നമ്മൾ പറയുന്ന പോലെ പാരൻസ് ആണ് റോൾ മോഡൽ എന്നാണ് എല്ലാവരുടെയും പറയുന്നത്. പക്ഷേ ആസ് എ ടീച്ചർ ഞാൻ പറയുക, ബട്ട് ഏറ്റവും കൂടുതൽ പാരൻസ് ആയിരിക്കും അവരുടെ റോൾ മോഡൽ. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞിൻ്റെ ബിഹേവിയറിലും കുഞ്ഞിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കാപ്പാസിറ്റി ഓർ കാപ്പബിലിറ്റി ഉള്ളത് ഒരു ടീച്ചർക്കാണ്.
വൈ? ബിക്കോസ് അവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കൂടെയാണ്. നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആരുടെ കൂടെയാണ്? ടീച്ചറുടെ കൂടെയാണ്. രാവിലെ ഒരു 8:30 ഇല്ലെങ്കിൽ ഒരു 9 സ്റ്റാർട്ട് ചെയ്ത് ഒരു 4 വരെ ഇത്രയും അവേഴ്സ്, അതും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഇത്രയും അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ടീച്ചേഴ്സിൻ്റെ കൂടെയാണ്. സോ അവരുടെ ബിഹേവിയറിലും അവരൊരു ഡെവലപ്മെൻറ്റിലും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് തന്നെയാണ്. സോ പ്ലീസ് ടീച്ചേഴ്സ്, ഐ ആം റിക്വസ്റ്റിംഗ് ആൻഡ് ഐം നോട്ട് കംപ്ലൈനിങ് ഹിയർ. ആരെയും കമ്പയർ ചെയ്യാനോ ആരെയും കംപ്ലയിൻ ചെയ്യാനോ ഒന്നുമല്ല. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു ദീസ് തിങ്സ്. അത്രയേ ഉള്ളൂ. ഞാൻ കുറച്ചൊന്ന് നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാം. മേ ബി നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം അതിൻ്റെ പിന്നിലുള്ള റീസൺ. അതെന്തുമാവട്ടെ, ബട്ട് വി ഹാവ് എ മേജർ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ കിഡ്സ്. നമുക്ക് സിലബസ് തീർക്കണം, അക്കാഡമിക്കൽ സെഷൻസ് നോക്കണം, എല്ലാം ശരിയാണ്. പക്ഷേ എന്നാലും ഒരു കുഞ്ഞിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും ഒരു ടീച്ചർക്ക് സാധിക്കും. ഓക്കെ, അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇതിന് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ബട്ട് ഐ ബിലീവ് ലൈക്ക് ദിസ്. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ പെർസ്പെക്ഷനും കമൻറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും എന്താണ് കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത്. സോ ഹാൻഡിൽ വിത്ത് കെയർ, ബിക്കോസ് വി ആർ ഹാൻഡിലിംഗ് വിത്ത് ലിവിങ് സോൾസ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത് മെഷീൻസിനെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെയോ അല്ല, ജീവനുള്ള ആത്മാക്കളെയാണ് നമ്മൾ, ജീവനുള്ള ഒരു കുഞ്ഞ് ആത്മാക്കളെ, സോൾസിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ പ്ലീസ് ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.